ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ആഹാരമെല്ലാം കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയെല്ലാം ആക്കിയതിന് ശേഷം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാബേജ് വറവാക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഇവിടെ വറവാകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കറി, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മീൻ നല്ല ഐസായിരുന്നതുകൊണ്ട് അത് ഞാൻ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇനി മീൻ കറിയും കൂടെ വെച്ചിട്ട് പിന്നെ മീൻ പൊരിക്കുകയും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ചതിന് ശേഷം ചോറുമെല്ലാം ആക്കി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വെച്ച്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവായി പോകുമല്ലോ എന്നോർത്തുകൊണ്ട് ക്ലീനാക്കി വരുമ്പോഴത്തേക്ക് ഒന്നേ ചോറ് കാണത്തില്ല, അല്ലെങ്കിൽ കറി കാണത്തില്ല, ഇങ്ങനെ അങ്ങ് ആയിപ്പോകും. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചോറും കറിയൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചതിന് ശേഷം ക്ലീനാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വറവ് ആദ്യമേ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂര മീനുണ്ടായിരുന്നു, അത് ഇന്നലെ വാങ്ങിയതാണ്. അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എടുത്തൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഫ്രീസായിട്ടിരുന്നതല്ലേ. അപ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കൊന്ന് മീൻ കറിയെല്ലാം ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് മീൻ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊരിച്ച് മീൻ കറിയുമായി വറവുമായി മീൻ പൊരിച്ചതുമായി. അപ്പം പിന്നെ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ നിന്ന് സെറ്റാവുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും ഉച്ചക്കത്തേക്കുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുള്ള് ക്ലീനിങ്ങിന് ഇറങ്ങാമല്ലോ. അതുകൊണ്ട് അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു, നീറ്റാക്കി വെച്ചതിന് ശേഷം എല്ലായിടും മാറാലയൊന്നും ഇല്ല, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒന്ന് ഞാൻ അടിച്ചു വാരി നടക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടിച്ചു വരുമ്പോഴത്തേക്ക് തുടച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ലേ. അവിടെ ഇവിടെ അതും ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ മറാല അടിക്കാനായിട്ട് കയറി വരും. അതുകൊണ്ട് മറാലയൊക്കെ അങ്ങനെ അടിക്കുന്നുണ്ട്. ഒന്നുമില്ല, വൃത്തികേടായിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു സമാധാനക്കേട്, ഇങ്ങനെ കാണുമ്പോഴത്തേക്കൊരു സമാധാനക്കേട്. അപ്പോൾ വാഷ് ബേസിനും ആ ടേബിളും കൂടെ ഒന്ന് തുടച്ചിടാമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് തറയെല്ലാം ഒന്ന് തുടച്ചിടാമല്ലോ എന്ന് കരുതി തറയെല്ലാം ഒന്ന് തുടച്ച് പെറുക്കി വാരി ഒന്നിട്ട് പിന്നെ മേലിലോട്ട് ഞാൻ കയറി പോക്കേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് മുഴുവൻ താഴെ മുഴുവൻ ക്ലീൻ ആക്കിയതിന് ശേഷം നാളെ സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ സ്വസ്ഥമായിട്ട് മേലെ പോയി വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് സൺഡേ ഫുൾ ഇവിടെ ക്ലീൻ ആക്കി കേട്ടോ. എല്ലായിടും എല്ലാ റൂമും എല്ലാം ക്ലീൻ ആക്കി. അലങ്കോലമായിട്ട് കിടക്കുമ്പോഴായിരിക്കും അതിൽ കയറി വരുന്നത്. അതുകൊണ്ട് താഴെ നല്ല നീറ്റാക്കുവാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് താഴെയെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇനി സ്വസ്ഥമായിട്ട് നാളെ മേലെ ക്ലീൻ ആക്കാം. പിന്നെന്താ, ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയായി, അതുകൊണ്ടൊരു സമാധാനം. കിച്ചണും എല്ലാം ക്ലീനാക്കി നന്നായിട്ട് കിച്ചണെല്ലാം നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും പണിയെല്ലാം ചെയ്യുന്ന വർക്ക് ഏരിയയിലാണ്. നമ്മുടെ അടുക്കളയെല്ലാം നല്ല സെറ്റായി കേട്ടോ. അതേ മീൻ പൊരിച്ചത്, മീൻ കറി, മീൻ മുളകിട്ടതാണ് കേട്ടോ, കുടംപുളി ഇട്ടതാണ്. നാട്ടിൽ നിന്ന് കുടംപുളി കൊണ്ടുവരുമായിരുന്നു, അപ്പോൾ അത് മുളകിട്ട കറിയാണ്. പിന്നെന്താ, ക്യാബേജ് വറവ് എല്ലാം സെറ്റ്. അങ്ങനെ എല്ലായിടവും ക്ലീനാക്കി ഞാൻ സന്തോഷത്തോടെ വന്ന് നോക്കി ഒന്ന് ചിരിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോറെല്ലാം കഴിച്ചായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ചോറെല്ലാം കഴിച്ചിട്ട് കുറേ നേരം പുറത്ത് വന്ന് അങ്ങനെ അങ്ങിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബായ്.